നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. നിരവധി സംശയങ്ങളാണ് ഓരോ ദിവസവും കുട്ടികളും പേരൻസും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് LBS ബന്ധമായിട്ടും അല്ലെങ്കിൽ നഴ്സിംഗ് മറ്റുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെ അഡ്മിഷൻ ബന്ധമായിട്ടുമൊക്കെ ഒത്തിരി ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് ഡൗട്ട് ക്ലിയറൻസ് സെഷനായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയങ്ങളെല്ലാം തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശനിയാഴ്ച ഞായറാഴ്ചകളിൽ ഈ ഒരു ഡൗട്ടുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോയും പബ്ലിഷ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ കേരള ഗൈഡൻസിൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിനൊക്കെ ആണെങ്കിലും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഓൺ ഓഫ് സഡൻ തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ക്ലാരിഫിക്കേഷൻസ് ലഭിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഡൗട്ടുകളിലേക്ക് കടക്കാം. നിരവധി കുട്ടികൾ ചോദിച്ച ഒരു ഡൗട്ട് ഇതായിരുന്നു, ഇംപ്രൂവ്മെൻ്റ് മാർക്കുകൾ LBSൻ്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ LBSൽ ഇംപ്രൂവ്മെൻറ്റ് മാർക്കുകൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ LBSൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മാത്രമാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കുട്ടികൾക്ക് നേരിട്ടത്. കാരണം കഴിഞ്ഞ വർഷം LBSൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടുകൾ വന്നിരുന്നെങ്കിലും അതൊന്നും ഉൾപ്പെടുത്തിയില്ല. പല കുട്ടികളും കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യുകയും കേസിന് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അവസാനം ഈ പറയുന്ന പോലെ LBS ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ബാക്കി പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യുകയും അവസാനം കോടതിയുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും കോടതി പറഞ്ഞത് ഈ ഒരു സമയം കാലതാമസം നേരിട്ടതിനാൽ എങ്ങനെയെങ്കിലും ഇത് കോഴ്സുകൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഡിലേ വരുത്താൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് പോയത്. പക്ഷേ മുൻ വർഷങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വർഷവും ഈ പറയുന്നത് പോലെ LBSൻ്റെ റാങ്ക് ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ഇംപ്രൂവ്മെൻ്റ് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിരുന്നു. ചില വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ LBS റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരുന്നു ഇംപ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിരുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ പറയുന്നത് പോലെ ഇത് കൺസിഡർ ചെയ്തിട്ടുമില്ല. ഈ ഒരു വർഷമെങ്കിലും അത് പ്രോപ്പറായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇംപ്രൂവ്മെൻറ്റ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ +2 ഇംപ്രൂവ്മെൻറ്റ് എക്സാംസ് നിർബന്ധമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒരു പക്ഷേയെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു വർഷം അത് കൺസിഡർ ചെയ്യപ്പെട്ടേക്കാം. അഥവാ LBSൻ്റെ റാങ്ക് ലിസ്റ്റുകൾക്ക് മുന്നേ ഈ എക്സാം റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളത് പിന്മാറേണ്ട ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും +2 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. പല കുട്ടികളും റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ്, ചില സബ്ജക്റ്റുകളൊക്കെ അവർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി തുടങ്ങിയുള്ള സബ്ജക്റ്റുകളുടെ മാർക്കുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് LBSൽ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, LBSലാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2026 +2 കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓട്ടോമാറ്റിക്കലി ഡാറ്റാബേസിൽ നിന്ന് തന്നെയായിരിക്കും അത് അപ്ലോഡ് ചെയ്ത് ചെയ്യപ്പെടുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ് മാർക്കുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, അത് LBSൻ്റെ റാങ്ക് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു സാധ്യത ഉണ്ടാവുക. അതേസമയം മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആപ്ലിക്കേഷൻ ഡേറ്റുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ടുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉൾപ്പെടുത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, കഴിഞ്ഞ വർഷം LBSൽ ഇങ്ങനെ പ്രോബ്ലംസ് നേരിട്ടെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റുകളിലെ ആപ്ലിക്കേഷൻസ് ഒക്കെ നീണ്ടു പോയതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെൻറ്റ് മാർക്കും കൂടെ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇപ്പോൾ LBSൽ കിട്ടിയില്ലെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് വഴിയാണെങ്കിലും അഡ്മിഷൻസ് നല്ല കോളേജുകളിൽ ലഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ അടുത്ത ഡൗട്ട് ഇതാണ്, നീറ്റ് എക്സാംസ് കേരളത്തിലേക്ക് അഡ്മിഷൻസിന് വേണ്ടി എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ലഭിക്കുമോ എന്നുള്ളത്. അപ്പോൾ പല കുട്ടികളും പേരൻസും പറഞ്ഞു ചോദിച്ച ഒരു കാര്യമാണ്, നീറ്റ് എക്സാംസ് അപ്ലൈ ചെയ്താൽ മാത്രം, അല്ലെങ്കിൽ നീറ്റ് എക്സാം വഴി മാത്രമാണ് കേരളത്തിലേക്ക് അഡ്മിഷൻസ് നേടാൻ സാധിക്കുകയുള്ളെന്ന് പല കൺസൾട്ടൻസിക്കാരും പലരും പറഞ്ഞിരുന്നു. അങ്ങനെയല്ല, നമ്മൾ നീറ്റ് എക്സാംസ് നമുക്ക് കേരളത്തിലേക്ക് അഡ്മിഷൻ പ്രോസസ്സിന് വേണ്ടി ആവശ്യമില്ല. നഴ്സിങ്ങിനായിക്കോട്ടെ, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, ഓക്യുപേഷൻ തെറാപ്പി തുടങ്ങിയ പാരാമെഡിക്കൽ കോഴ്സുകൾക്കായിക്കോട്ടെ നമുക്ക് നീറ്റ് എലിജിബിലിറ്റി ആവശ്യമില്ല എന്നും കൂടെ മനസ്സിലാക്കുക. ആദ്യമേ ഫിസിയോതെറാപ്പിക്കും ഓക്യുപേഷൻ തെറാപ്പിക്കും ഈ ഒരു വർഷം മുതൽ നീറ്റ് നിർബന്ധമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് വീണ്ടും അതുവരെ ക്യാൻസൽ ചെയ്യുകയുണ്ടായി. അടുത്ത വർഷം നിർബന്ധമായിട്ടും നീറ്റ് ഈ ഫിസിയോതെറാപ്പിക്കും ഓക്യുപേഷൻ തെറാപ്പിക്കും ഉണ്ടാവുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ നിങ്ങൾ നീറ്റിന് വേണ്ടി എക്സാംസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് തന്നെയായാലും നിങ്ങൾ എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്യുക. കേരളത്തിൽ തന്നെ ആയിരിക്കും മിക്കവാറും സെൻറ്ററുകൾ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം എങ്ങനെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവർ എഴുതാതിരിക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നഴ്സിംഗിലേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ അഡ്മിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നീറ്റ് മാർക്കുകൾ കൺസിഡർ ചെയ്യപ്പെടുന്നില്ല. ചില കോളേജുകളിലേക്കൊക്കെ വിളിച്ചപ്പോഴാണെങ്കിലും അവരും ഈ കുട്ടികളെ തെറ്റിദ്ധരിപ്പിച്ചു എന്നൊക്കെ ഉള്ളത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നീറ്റ് എക്സാം വഴി നമുക്ക് കേരളത്തിലായാലും ആയിക്കോട്ടെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഒക്കെ ഒന്നും തന്നെ നമുക്ക് ആവശ്യകത വരുന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക. അടുത്തൊരു സംശയം ഇതായിരുന്നു, മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് നമ്മൾ അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് ഡൊണേഷൻ കൊടുക്കണമേ എന്നുള്ളത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രൈവറ്റ് കോളേജുകളിൽ 50% വരുന്ന സീറ്റുകളൊക്കെ LBS വഴിയാണ് അഡ്മിഷൻസ് നടത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന 50% മാനേജ്മെൻറ്റ് സീറ്റുകളായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഇപ്പോൾ LBS വഴി പ്യുവർലി മെറിറ്റ് അടിസ്ഥാനത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സീറ്റുകളാണെങ്കിൽ ഇംഗ്ലീഷും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും അവർ മാർക്കുകൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റുകൾ എന്ന് പറഞ്ഞ ലെവലിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് അഡ്മിഷൻ ഫീ റെഗുലേറ്ററി അല്ലെങ്കിൽ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയുടെ നിർദ്ദേശം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ വരുന്ന ആപ്ലിക്കൻസിൻ്റെ അകത്തുനിന്നും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെയാണ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. മാത്രമല്ല പ്രൈവറ്റ് കോളേജുകളിൽ ഈ പറയുന്നത് പോലെ LBS വഴി അഡ്മിഷൻ കയറിയാലും മാനേജ്മെൻറ്റ് സീറ്റ് വഴി അഡ്മിഷൻ കയറിയാലും ഒരേ ഫീസാണ് നമ്മൾ നൽകേണ്ടതായിട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിഷൻസ് നേടുക. മാനേജ്മെൻറ്റ് സീറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷനായിട്ടുള്ള PNC MAC, പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ ആയിട്ടുള്ള AMCSFNCK തുടങ്ങിയുള്ള അസോസിയേഷനുകളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും അത് മാനേജ്മെൻറ്റ് സീറ്റുകളാണെന്നുണ്ടെങ്കിലും ഒറ്റ ആപ്ലിക്കേഷൻ വഴി അതിൻ്റെ മെമ്പർ കോളേജുകളിലേക്കൊക്കെ തന്നെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അവിടെ എവിടെ അഡ്മിഷൻ ലഭിച്ചാലും ഡൊണേഷൻ ഇല്ലാതെ തന്നെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അവിടെയും അഡ്മിഷൻസ് ലഭിക്കുന്നതാണ്. പിന്നെ ഏതാനും ചില കോളേജുകൾ ഇൻഡിവിജ്വലായിട്ട് അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് അഡ്മിഷൻ എടുക്കുന്ന കോളേജുകളിലാണെന്നുണ്ടെങ്കിലും അവരും മെറിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ അഡ്മിഷൻസ് കൊടുക്കണം എന്നുള്ളതാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അഥവാ ഏതെങ്കിലും കോളേജുകളിൽ ഹൈ ഡൊണേഷൻസ് ഒക്കെ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ AFRCയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിരവധി കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യം, 75% മാർക്കേ ഉള്ളൂ, പക്ഷേ ഏജൻറ്റുമാർ പറഞ്ഞു ഇന്ന കോളേജിൽ 5 ലക്ഷം അല്ലെങ്കിൽ 8 ലക്ഷം ഡൊണേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻസ് റെഡിയാക്കി തരാമെന്നുള്ളത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 75% മാർക്കോടുകൂടി ഹൈ ഡൊണേഷൻ കൊടുത്ത് നിങ്ങളൊരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാം വെരിഫിക്കേഷൻ്റെ സമയത്ത് അതിലും കൂടുതൽ മാർക്കുള്ള കുട്ടികൾക്കും അവിടെ അഡ്മിഷൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം ഈ പറയുന്ന AFRC അല്ലെങ്കിൽ അഡ്മിഷൻ ഫീ റെഗുലേറ്ററി സൂപ്പർവൈസറി കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ക്യാൻസൽ ചെയ്യപ്പെടുന്നതുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വ്യക്തമായിട്ട് ഇതിൻ്റെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് മാത്രം മുന്നോട്ട് പോവുക. അല്ലാതെ അമിതമായിട്ടുള്ള ഫീസ് മുടക്കി നമ്മൾ ഈ പറയുന്നത് കേരളത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്.